നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. യുവകലാ സാഹിതി കൂത്തുപറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനിവാസൻ അനുസ്മരണവും ഗാനാലാപനവും സംഘടിപ്പിച്ചു. വി.കെ. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. യുവകലാ സാഹിതി കൂത്തുപറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ താരം ശ്രീനിവാസൻ അനുസ്മരണവും ഗാനാലാപനവും സംഘടിപ്പിച്ചു. വി.കെ. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഒരു കോൺട്രാക്ടർ പണിക്ക് പോകുന്ന ഒരു മനുഷ്യൻ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് അതിമനോഹരമായിട്ട്. അതിലാണ് ഇപ്പൊ ശരിയായി തരാം എന്ന് പറയുന്ന കുതിരവട്ടം പപ്പുവിന്റെ പ്രശസ്തമായ സംഭാഷണം, താമരശ്ശേരി ചുരത്തെ പറ്റിയുള്ള സംഭാഷണം. നമ്മളെപ്പോഴും മനസ്സിലോർക്കുന്ന നല്ല രസമുള്ള സംഭാഷണങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ തൂലികയിൽ വളർന്നതാണ്. പിന്നീട് അതിൽ നിന്ന് മാറിയിട്ട് സാമൂഹ്യ വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് മാറി. അതായിരുന്നു സന്ദേശം എന്ന സിനിമ. സന്ദേശം എന്ന സിനിമയുടെ പേരിൽ ഒരുപാട് ശകാരമേൽക്കേണ്ടി വന്ന ഒരാളാണ് ശ്രീനിവാസൻ. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ സന്ദേശം എന്ന സിനിമയുടെ പ്രസക്തി ഇന്നും ഫലപ്രദമാണ്. ആ സന്ദേശം എന്ന സിനിമ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും രണ്ട് നിലപാടുകൾ, കുടുംബ ബന്ധവും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നതിൽ ഉണ്ടാകുന്ന പരാജയത്തെ പറ്റിയിട്ട്, കുടുംബ ബന്ധങ്ങളിൽ യാതൊരു ആർദ്രതയുമില്ലാത്ത കൃത്രിമത്വം കലർത്തുന്ന ഒരു വിവാഹത്തെ പറ്റി വളരെ ആക്ഷേപിച്ചുകൊണ്ട് രംഗമുണ്ടത്. പി. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ.വി. സുനിൽകുമാർ, ഗണേഷ് വേലാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഏകദീപം നീ പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ്.